ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതിനു പിന്നാലെ യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികൾ ഇസ്രായേലിലേക്ക് തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. ഏറ്റവും ഒടുവിൽ സെപ്റ്റംബർ 14-ന് ഹൂതികൾ ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത്. യമനിൽ നിന്ന് വിക്ഷേപിച്ച ഹൂതി ഡ്രോൺ റാമോൺ വിമാനത്താവളത്തിന് സമീപം ഇസ്രായേൽ പ്രതിരോധ സേന തടഞ്ഞു. IDF തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡ്രോണിനെ പ്രതിരോധിച്ചപ്പോൾ വീണ അവശിഷ്ടങ്ങൾ മൂലം ബീർ ഒറയിൽ സൈറനുകൾ മുഴങ്ങി. സെപ്റ്റംബർ 7-നും ഹൂതികൾ റാമോൺ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ റാമോൺ വിമാനത്താവള ടെർമിനലിന് കേടുപാടുകൾ വരുത്തിയിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഹൂതികൾ വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. സെപ്റ്റംബർ 7-ന് നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റിരുന്നു. മാത്രമല്ല, ഇസ്രായേലിൻ്റെ മുന്നറിയിപ്പ് സംവിധാനത്തിലെ പരാജയം വെളിപ്പെടുകയും ചെയ്തു. ആക്രമണം നടക്കുമ്പോൾ അപായ സൈറൻ മുഴങ്ങിയിരുന്നില്ല. ഇതിനു പകരമായി സെപ്റ്റംബർ 10-ന് യമനിലെ ഹൂതി സൈനിക കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ IDF വ്യോമാക്രമണം നടത്തിയിരുന്നു. തെക്കൻ ഇസ്രായേലിൻ്റെ വ്യോമാതിർത്തിക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ഹൂതികൾ നിരന്തരം ആക്രമണം നടത്തുകയാണ്. കഴിഞ്ഞ രാത്രി ഇസ്രായേലിലെ ടെലവിവിൽ ഹൂതികൾ വൻ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ഇസ്രായേലിൻ്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും തകർത്ത് മാരക സ്ഫോടക ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകളാണ് ഹൂതികൾ പ്രയോഗിച്ചത്. ഹൂതികളുടെ ബോംബുകൾ ആകാശത്ത് വെച്ച് തന്നെ തടഞ്ഞതായി പിന്നാലെ ഇസ്രായേൽ സേന അവകാശപ്പെടുകയും ചെയ്തു. ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി ഹൂതി വക്താവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ അറബ് രാജ്യങ്ങളിൽ മാരക സ്ഫോടക ശേഷിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഉള്ളത് ഇറാൻ്റെ പക്കലാണ്. ഇറാനാണ് ഹൂതികൾക്ക് ക്ലസ്റ്റർ ബോംബുകൾ നൽകിയതെന്നാണ് സൂചന. മിസൈലുകളിൽ പോർമുനയായി വഹിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒരെണ്ണമായും ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ 100 കണക്കിന് ചെറു ബോംബുകളായും പൊട്ടിത്തെറിക്കും. ഇത്തരത്തിൽ ചിതറിത്തെറിക്കുന്ന ബോംബുകൾ ആക്രമണത്തിൻ്റെയും നാശനഷ്ടങ്ങളുടെയും തീവ്രത വർദ്ധിപ്പിക്കും. അതിനിടെ ഹൂതികൾ നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഹൂതികൾ നടത്തിയ ആക്രമണത്തിൻ്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങൾ. പാലസ്തീൻ 2 ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിനെതിരെ വിമത സംഘം ഉപയോഗിച്ചത്. മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ ടെലവീവ് ഉൾപ്പെടെയുള്ള മധ്യ ഇസ്രായേലിൽ അപായ സൈറനുകൾ മുഴങ്ങി. അതേസമയം ഇസ്രായേലിനെതിരായ ഓപ്പറേഷനിൽ വിജയിച്ചുവെന്നും ദശലക്ഷക്കണക്കിന് വരുന്ന സൈനിസ്റ്റുകളെ അഭയകേന്ദ്രത്തിലേക്ക് ഓടിക്കാൻ സാധിച്ചെന്നും ഹൂതികൾ അവകാശപ്പെട്ടു. ഗാസയിലെ വംശഹത്യ, പട്ടിണി ആയുധമാക്കിക്കൊണ്ടുള്ള യുദ്ധം, യമനെതിരായ ആക്രമണം, ദോഹ ആക്രമണം എന്നിവയ്ക്കുള്ള പ്രതികാര നടപടിയാണ് നടപ്പാക്കിയതെന്നും ഹൂതികൾ വ്യക്തമാക്കി. ഇസ്രായേൽ ഗാസയ്ക്കും പലസ്തീൻ ജനതയ്ക്കുമെതിരായ ഉപരോധം അവസാനിപ്പിക്കുന്നതുവരെ തങ്ങൾ ഈ ഐക്യദാർഢ്യം തുടരുമെന്നും വിമത സംഘം അറിയിച്ചു. കഴിഞ്ഞ ദിവസം യമനിലുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ 46 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ആക്രമണം ഉണ്ടായത്. ഹൂതികളുടെ സൈനിക പബ്ലിക് റിലേഷൻസ് ആസ്ഥാനം ഉൾപ്പെടെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. അതിനിടെ ഹൂതികൾക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തി. ഹൂതികളുമായി ബന്ധമുള്ള 32 വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും 4 കപ്പലുകൾക്കുമെതിരെയാണ് USൻ്റെ ഉപരോധം.